നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വേനലവധിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടത്തി. പതിറ്റാണ്ടുകൾക്കു ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പുതിയ അധ്യയന വർഷം പുതിയ പ്രതിജ്ഞ. കരുതലായി കാവലായി പദ്ധതിയിലൂടെ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പാഠം. വാർത്തകൾ വിശദമായി. വേനലവധിയുടെ നീണ്ട ഇടവേളയ്ക്കു ശേഷം വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. 2025-26 അധ്യയന വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ GVHSSൽ നടന്നു. രാവിലെ 10-ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജനപ്രതിനിധികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ അധ്യയന വർഷം ദീർഘമായ 26 വർഷക്കാലത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ കുരുന്നുകൾ തൃശൂർ ജില്ലയുടെ അഭിമാനമായി മാറി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ സ്വർണ്ണക്കപ്പിന് മുത്തമിട്ട ജില്ലയായി നമ്മുടെ ജില്ല മാറി എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലം ഇവിടെയും ഈ ക്യാമ്പസിലും ഉണ്ട്. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, ബിജി ഡേവിസ്, MM ഗോപാലൻ, BRC കൊടകര CRCC ജൂണി തോമസ്, PTA പ്രസിഡന്റ് AR രാഖി, പ്രധാന അധ്യാപകൻ R ശ്രീകുമാർ, സീനിയർ അധ്യാപിക MT സോഫിയ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെ ഉദ്ഘാടനം നടത്തി. അതുപോലെ സ്കൂള് ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇനി ഇത് സ്വപ്നത്തിൽ മാത്രമാണ് ഇത്ര മനോഹരമായ ഒരു സർക്കാർ സ്കൂളിനെ നമുക്ക് കാണാൻ കഴിയും. അത്രയും മനോഹരമായി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും BRCയും ഇവിടുത്തെ ശ്രീകുമാർ മാഷ്, PTA അംഗങ്ങൾ എല്ലാവരും അടക്കമുള്ള ഒരു ടീം ഒന്നിച്ച് നീക്കുകൊണ്ട് നമ്മുടെ സ്കൂളിനെ ഏറ്റവും മികച്ചൊരു സ്കൂളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ്. കേരളത്തിന് ഏതൊരു മലയാളിക്കും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും സന്തോഷിക്കാവുന്ന രീതിയിൽ ലോകത്തിൽ തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന ഏക ഇടമാണ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ. പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തി. നവാഗതരെ പേരെഴുതിയ ബാഡ്ജും കിരീടവും നൽകി സ്വീകരിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയെടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് KG രജീഷ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. വിത്ത് പന്തേറിന്റെ കിറ്റുകളുടെ വിതരണം കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു,
പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, MM ഗോപാലൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ, പ്രധാന അധ്യാപിക MK ഡൈനി, SMC ചെയർമാൻ രാജലക്ഷ്മി, സീനിയർ അധ്യാപിക MV ഗീത എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗാനത്തിനനുസരിച്ച് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വേറിട്ട കാഴ്ചയായി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഏറ്റവും മൂർത്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളും നിങ്ങളും ഒക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഉയർന്ന നിലവാരത്തിലുള്ള സ്കൂളുകളും അതുപോലെ തന്നെ വിവര വൈജ്ഞാനിക മേഖലകളിൽ നമ്മുടെ കുട്ടികൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ക്ലാസ് റൂമുകളും വിദ്യാഭ്യാസ രംഗവും മാറ്റാനായിട്ട് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രക്ഷിതാക്കളുടെ ഇതേ പ്രാതിനിധ്യം അടുത്ത ഓരോ നമ്മളുടെ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായാൽ കുറേ കൂടി കളറാക്കാം. അതുപോലെ നമ്മൾ രക്ഷിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതോറും നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള നിലവാരം ഒന്നുകൂടി ഉയരും, അവരുടെ ശ്രദ്ധ കുറെ കൂടും. സംസ്ഥാനത്തെ ഗവൺമെൻറ് ഈ ഉദ്ഘാടന ചടങ്ങ് പോലും എങ്ങനെ നടത്തണമെന്നുള്ള പ്രോട്ടോകോൾ നമുക്ക് നിർദ്ദേശം തന്നിരിക്കണം. അപ്പോൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ അധിക സമയമെടുക്കാതെ അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് സന്തോഷകരമായ കലാപരിപാടികളൊക്കെ നടത്തി. പതിറ്റാണ്ടുകൾക്കു ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു. കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് സ്കൂൾ മിക്സഡ് ആക്കി ഉത്തരവ് ലഭിച്ചത്. 1906 മുതൽ സ്കൂളിൽ ആരംഭിച്ച കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠനം സാധ്യമായിരുന്നു. 1967 സ്കൂളിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമാക്കി മാറ്റി. തുടർന്ന് ഇന്നുവരെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. മിക്സഡ് ആക്കി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഈ അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി. 2025-26 അധ്യയന വർഷം GNBHS കൊടകരയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വർഷമാണെന്ന് പറയാം. കാരണം ഒരു ആൺപള്ളിക്കൂടമായിരുന്ന നമ്മുടെ സ്കൂളിലേക്ക് പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ PTA-യുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് നമുക്കതിന് അനുമതി ലഭിച്ചത്. നമുക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ അധ്യയന വർഷത്തിൽ നമുക്ക് 5ാം ക്ലാസ്സിലേക്ക് ഒരു 5 മാലാഖ കുട്ടികളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ മറ്റ് സ്റ്റാൻഡേർഡിലേക്കും നമുക്ക് പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. 5 പെൺകുട്ടികൾ ഇത്തവണ പ്രവേശനം നേടി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന KH ഹരിത, VA ആദിലക്ഷ്മി, ഇസ്ര മരിയ ബിനോയ്, ഇസബല്ല രാജേഷ്, PB നിരഞ്ജന എന്നീ 5 വിദ്യാർത്ഥിനികളാണ് തുടർ പഠനത്തിനിവിടെ ചേർന്നത്. സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പ്രധാന അധ്യാപിക ജിഷ മാത്യു എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. മനക്കുളങ്ങര KV UP സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MD ദേവരാജൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക PS സീമ സ്വാഗതം ആശംസിച്ചു. കൊടകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവ്യ ഷാജു, സ്കൂൾ മാനേജർ B സദാനന്ദൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, SST കൺവീനർ NB ബിജു, OIC സെക്രട്ടറി MM പ്രതാപൻ, MPTA പ്രസിഡന്റ് നീതു ജിനേഷ്, അനധ്യാപക പ്രതിനിധി K സനൽ എന്നിവർ സംസാരിച്ചു. പടവ് എന്ന് പറയുന്നത് ആദ്യത്തെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. ഇപ്പൊ കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള ഉപരിപഠനങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ നയമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. തത്സമയം നമ്മുടെ മുഖ്യമന്ത്രി സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. പ്രവേശനോത്സവത്തിന് കുട്ടികൾ തന്നെ രചിച്ച ഒരു ഗാനമാണ് എല്ലാ സ്കൂളുകളിലും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കുട്ടികളെ തൊപ്പികൾ അണിയിച്ചുകൊണ്ട്, പുതിയ വിദ്യാർത്ഥികളെ തൊപ്പികൾ അണിയിച്ചുകൊണ്ട്, കളിപ്പാട്ടങ്ങൾ നൽകിക്കൊണ്ട്, ബലൂണുകൾ നൽകിക്കൊണ്ട്. മുരിയാട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദാകുമാരി, K സുനിൽകുമാർ, നിജി വത്സൻ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ഉദിമാനം നാടൻ കലാസംഘത്തിലെ KNA കുട്ടിയുടെ നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളെ സ്വീകരിച്ചു.
ആഘോഷിക്കപ്പെടുകയാണ്. പഠനത്തെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. മനസ്സിൽ സന്തോഷം നിറയുമ്പോഴാണ് നൃത്തവും സംഗീതവും ഒക്കെ അതിന്റെ ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ട്കാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ട്രസ്റ്റിമാരായ ഔസേബ് ചെരടായി, ജോസി മാണി, MPTA പ്രസിഡന്റ് ആര്യ അനീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി CSC സ്വാഗതവും അധ്യാപിക ഫെമീന ജിനോയ് നന്ദിയും അറിയിച്ചു. മുരിയാട് AUP വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പൂമ്പാറ്റകളും പൂക്കളുമായി പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ ചുവടുവച്ചു. അറിവിന്റെ ലോകം തേടിയെത്തിയ പിഞ്ചോമനകൾക്ക് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആളൂർ പോലീസ് മധുര വിതരണം നടത്തി. പഠനത്തിനൊരു കൈത്താങ്ങായി വിദ്യാലയം ഒരുക്കിയ പഠന കിറ്റും യൂണിഫോം എന്നിവയും വിതരണം ചെയ്തു. വിദ്യാലയം രൂപപ്പെടുത്തിയെടുത്ത 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ കലണ്ടറിന്റെ പ്രകാശനവും രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമായി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ സ്കൂളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നല്ല രീതിയിൽ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഗായകൻ ഷിയ മജീദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TK അസൈൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ ശ്രീധരൻ, ജിഷ ഹരിദാസ്, OSA സെക്രട്ടറി, വിദ്യാലയ വികസന സമിതി കൺവീനർ ബാലകൃഷ്ണ മേനോൻ, മാണിമാഷ്, സീനിയർ ടീച്ചർ ഗീത, സ്റ്റാഫ് സെക്രട്ടറി സിനി ജോൺ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ സതീഷ് K സ്വാഗതവും പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ നന്ദിയും അറിയിച്ചു. SPCയുടെ ലഹരി ബോധവൽക്കരണ പരിപാടികളും ശുചിത്വ ബോധവൽക്കരണ പ്രതിജ്ഞയും എടുത്തു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശന ഗാന നൃത്താവിഷ്കാരത്തോടുകൂടി ആരംഭിച്ച പ്രവേശനോത്സവം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് V ഗീത ഉദ്ഘാടനം ചെയ്തു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് PR രാജേഷ് അധ്യക്ഷനായിരുന്നു. മിമിക്രി കലാകാരൻ കലാഭവൻ ജയൻ മുഖ്യ അതിഥിയായി. 2024-25 അധ്യയന വർഷത്തിലെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, വാർഡ് മെമ്പർ മോളി തോമസ്, സ്കൂൾ മാനേജർ CA ഷാജി, മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ ജയ I, MPTA പ്രസിഡന്റ് നിമിഷ TP എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ 1989 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് മാലിനി MP സ്വാഗതവും അധ്യാപക പ്രതിനിധി കുൽസുൽ മിർസ ഹുസൈൻ നന്ദിയും അറിയിച്ചു. തുടർന്ന് കലാഭവൻ ജയന്റെ കലാവിരുന്ന് നടന്നു. നിങ്ങൾക്ക് അറിവ് കൂടിയെന്ന് വെച്ചാൽ നിങ്ങളോട് ആരും മാറി നിൽക്കാൻ പറയില്ല. നിങ്ങൾ ഏത് സദസ്സിൽ ചെന്നാലും നിങ്ങൾക്ക് അതിനുള്ളൊരു വില നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആകെ ഒരേ ഒരു ജോലിയേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളത്. ആ കർത്തവ്യം നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. ഇപ്പോൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അറിവ് നേടി നല്ല ജോലി. പുതിയ അധ്യയന വർഷം പുതിയ പ്രതിജ്ഞ, കരുതലായി കാവലായി പദ്ധതിയിലൂടെ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പാഠം. പുതിയ അധ്യയന വർഷം പുതിയ പ്രതീക്ഷകൾക്കൊപ്പം ലഹരിക്കെതിരെ പുത്തൻ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് തൃശൂർ റൂറൽ പോലീസ്. വിദ്യാർത്ഥികളിൽ മയക്കുമരുന്ന് വിരുദ്ധ അവബോധം വളർത്താൻ നടപ്പിലാക്കുന്ന കരുതലായി കാവലായി പദ്ധതിക്ക് PK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ജില്ലയിലെ 500ഓളം വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത 2 ലക്ഷം നെയിം സ്ലിപ്പുകളും മിഠായികളും റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ഫെഡറൽ ബാങ്ക് CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് നടപ്പിലാക്കിയത്. സംസ്ഥാന വ്യാപകമായി പോലീസ് ഈ അധ്യയന വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് തുടക്കം കുറിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, ഇരിങ്ങാലക്കുട BPC KR സത്യപാലൻ, PTA പ്രസിഡന്റ് സനീഷ് നടയിൽ, MPTA പ്രസിഡന്റ് അശ്വതി ശരത്,
സ്റ്റാഫ് സെക്രട്ടറി, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. വേനലവധിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടത്തി. പതിറ്റാണ്ടുകൾക്കു ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പുതിയ അധ്യയന വർഷം പുതിയ പ്രതിജ്ഞ. കരുതലായി കാവലായി പദ്ധതിയിലൂടെ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പാഠം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.